മലബാറിലെ ദേശീയ പ്രസ്ഥാനം. കോൺഗ്രസിന്റെ മലബാറിലെ ആദ്യ സമ്മേളനം നടന്നത് 1903 കോഴിക്കോട്. കോൺഗ്രസിന്റെ മലബാറിലെ ആദ്യ സമ്മേളനം നടന്നത് 1903 കോഴിക്കോട്. കോഴിക്കോട് സമ്മേളനത്തിലെ അധ്യക്ഷൻ സി വിജയരാഘവനാചാരി. കോഴിക്കോട് സമ്മേളനത്തിലെ അധ്യക്ഷൻ സി വിജയരാഘവനാചാരി. 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. 1908 മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1916 പാലക്കാട്. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1916 പാലക്കാട്. 1916 പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. 1916 പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോട്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് കോഴിക്കോട്. 1917 കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ. 1917 കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സി പി രാമസ്വാമി അയ്യർ. മൂന്നാം സമ്മേളനം നടന്നത് 1918 തലശ്ശേരി. 1918 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹാദൂർ. 1918 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹാദൂർ. 1919 നാലാം സമ്മേളനം നടന്നത് വടകര. അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ. 1919 നാലാം സമ്മേളനം നടന്നത് വടകര. അധ്യക്ഷൻ കെ പി രാമൻ മേനോൻ. 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരി. 1920 അഞ്ചാമത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് മഞ്ചേരി. അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ. ഇന്ത്യയുടെ സ്വയംഭരണത്തെ അനുകൂലിച്ചും മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയും പ്രമേയം അവതരിപ്പിച്ചത് കെ പി രാമൻ മേനോൻ. ഇന്ത്യയുടെ സ്വയംഭരണത്തെ അനുകൂലിച്ചും മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയും പ്രമേയം അവതരിപ്പിച്ചത് കെ പി രാമൻ മേനോൻ. ഈ പ്രമേയത്തെ പിന്താങ്ങിയത് കെ പി കേശവമേനോൻ. ഈ പ്രമേയത്തെ പിന്താങ്ങിയത് കെ പി കേശവമേനോൻ. പ്രമേയത്തെ എതിർത്തിറങ്ങിപ്പോയത് ആനി ബസന്റ്. പ്രമേയത്തെ എതിർത്തിറങ്ങിപ്പോയത് ആനി ബസന്റ്. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെട്ടത് മഞ്ചേരിയിലെ അഞ്ചാം സമ്മേളനം. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെട്ടത് മഞ്ചേരിയിലെ അഞ്ചാം സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂരിൽ. അധ്യക്ഷൻ സി വിജയരാഘവനാചാരി. ഭാഷാടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂരിൽ. അധ്യക്ഷൻ സി വിജയരാഘവനാചാരി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC രൂപീകരിച്ചത് 1921. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC രൂപീകരിച്ചത് 1921. KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം. KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലം. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. KPCCയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ. KPCCയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ. KPCCയുടെ രണ്ടാം സമ്മേളനം നടന്നത് 1923 കോഴിക്കോട് വെച്ച്. KPCCയുടെ രണ്ടാം സമ്മേളനം നടന്നത് 1923 കോഴിക്കോട് വെച്ച്. 1923 കോഴിക്കോട് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. 1923 കോഴിക്കോട് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. 1927 കോഴിക്കോട് നടന്ന മൂന്നാം സമ്മേളനത്തിലെ അധ്യക്ഷൻ BG ഹോർണിമാൻ. 1927 കോഴിക്കോട് നടന്ന മൂന്നാം സമ്മേളനത്തിലെ അധ്യക്ഷൻ BG ഹോർണിമാൻ. നാലാം സമ്മേളനം നടന്നത് 1928 പയ്യന്നൂര്. നാലാം സമ്മേളനം നടന്നത് 1928 പയ്യന്നൂര്. നാലാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. നാലാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് നാലാം സമ്മേളനത്തിൽ. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് നാലാം സമ്മേളനത്തിൽ. ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച KPCC സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച KPCC സമ്മേളനം 1928 പയ്യന്നൂർ സമ്മേളനം. KPCCയുടെ അഞ്ചാം സമ്മേളനം 1931 വടകരയിൽ. KPCCയുടെ അഞ്ചാം സമ്മേളനം 1931 വടകരയിൽ. വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
JM സെൻഗുപ്ത. വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ JM സെൻഗുപ്ത. അയിത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വടകര സമ്മേളനത്തിൽ. അയിത്തത്തിനെതിരെ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വടകര സമ്മേളനത്തിൽ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കാരണമായത് വടകരയിലെ 5-ാം സമ്മേളനം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കാരണമായത് വടകരയിലെ 5-ാം സമ്മേളനം. 1931 കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം വടകരയിൽ വെച്ച് ചേരുന്നത്. 1931 കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം വടകരയിൽ വെച്ച് ചേരുന്നത്. KPCCയുടെ 6-ാം സമ്മേളനം 1932 കോഴിക്കോട്. അധ്യക്ഷൻ സാമുവൽ ആറോൺ. KPCCയുടെ 6-ാം സമ്മേളനം 1932 കോഴിക്കോട്. അധ്യക്ഷൻ സാമുവൽ ആറോൺ. 7-ാം സമ്മേളനം 1935 കോഴിക്കോട്. അധ്യക്ഷൻ സയ്യിദ് അബ്ദുള്ള ബ്രൽവി. 7-ാം സമ്മേളനം 1935 കോഴിക്കോട്. അധ്യക്ഷൻ സയ്യിദ് അബ്ദുള്ള ബ്രൽവി. 1938 8-ാം സമ്മേളനം കോഴിക്കോട്. അധ്യക്ഷൻ ജയപ്രകാശ് നാരായണൻ. 1938 8-ാം സമ്മേളനം കോഴിക്കോട്. അധ്യക്ഷൻ ജയപ്രകാശ് നാരായണൻ. 1939 9-ാം സമ്മേളനം നടന്നത് ബക്കളം. അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1939 9-ാം സമ്മേളനം നടന്നത് ബക്കളം. അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1940 10-ാം സമ്മേളനം നടന്നത് കോട്ടക്കൽ. അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1940 10-ാം സമ്മേളനം നടന്നത് കോട്ടക്കൽ. അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കൊച്ചിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. 1941 കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായി രൂപം കൊണ്ട സംഘടന കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. 1941 കൊച്ചിയിലെ ഉത്തരവാദ ഭരണത്തിനായി രൂപം കൊണ്ട സംഘടന കൊച്ചി രാജ്യപ്രജാ മണ്ഡലം. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ഉദ്ഘാടനം ചെയ്തത് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വെച്ച്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ഉദ്ഘാടനം ചെയ്തത് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് വെച്ച്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ആദ്യ പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ആദ്യം പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ. സ്വാതന്ത്ര്യത്തിനു ശേഷം കൊച്ചി രാജ്യപ്രജാ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. 1936 വൈദ്യുതി സമരം നടന്നത് തൃശൂരിൽ. 1936 വൈദ്യുതി സമരം നടന്നത് തൃശൂരിൽ. വൈദ്യുതി സമരത്തിന് കാരണം കൊച്ചിയിലെ ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടി തൃശൂർ നഗരത്തിലെ വൈദ്യുതി വിതരണം മദ്രാസിലെ ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച്. വൈദ്യുതി സമരത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ AR മേനോൻ, CR ഇയുണ്ണി, ഇക്കണ്ട വാര്യർ. വൈദ്യുതി സമരത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ AR മേനോൻ, CR ഇയുണ്ണി, ഇക്കണ്ട വാര്യർ. തിരുവിതാംകൂറിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. തിരുവിതാംകൂറിലെ പൗരസമത്വവാദ പ്രക്ഷോഭം ആരംഭിച്ചത് 1919. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭം ആരംഭിച്ചത് 1919. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവൻ, EJ ജോൺ, K മാമൻ മാപ്പിള. പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് TK മാധവൻ, EJ ജോൺ, K മാമൻ മാപ്പിള. 1921 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണം ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചത്. 1921 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണം ദിവാൻ രാഘവയ്യ ഫീസ് വർദ്ധിപ്പിച്ചത്. നേതൃത്വം കൊടുത്തത് കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായതിന് കാരണമായ സമ്മേളനം 1937 പട്ടാഭി സീതാരാമയ്യ അധ്യക്ഷനായ യോഗം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായതിന് കാരണമായ സമ്മേളനം 1937 പട്ടാഭി സീതാരാമയ്യ അധ്യക്ഷനായ യോഗം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ ഗ്രൂപ്പ് ദേശസേവിക സംഘം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ ഗ്രൂപ്പ് ദേശസേവിക സംഘം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. നിവർത്തന പ്രക്ഷോഭത്തിന് കാരണം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് സമുദായിക അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി. നേതാക്കൾ NV ജോസഫ്, AC ചാക്കോ, C കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരി. സ്ഥാപകൻ A ബാലകൃഷ്ണപിള്ള. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് തിരുവിതാംകൂർ PSC 1936 രൂപം കൊണ്ടത്.
1935 മെയ് 11 സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1935 മെയ് 11 സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താങ്ക് യു.